ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഓണം വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഉത്രാടത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി. നമ്മളന്ന് ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ നേരെ തറവാട്ടിലേക്കാണ് ആദ്യം വന്നത്. കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് തറവാട്ടിലേക്ക് ഫസ്റ്റ് ടൈം വരാണ് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് നമ്മൾ രാവിലെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് നമുക്ക് പുളിയട്ടിക്കാവിലാണ് ഇന്ന് ഓണാഘോഷം ഉള്ളത്. അപ്പോൾ വേഗം അവിടേക്ക് പോന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നുൻ്റെയും ദേവുവിൻ്റെയും ഡാൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓണം കളികൾക്കും ഒക്കെ മുന്നേ ആയിട്ട് നമ്മൾ ഡാൻസ് പ്രോഗ്രാമുകൾ ആദ്യം നടത്തി. അപ്പോൾ ലച്ചുനും താരുനും ശിവയ്ക്കും ഡാൻസ് ഉണ്ട്. ഇവരിത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. ഇവിടെ വന്നിട്ടാണ് മിക്കവാറും പ്രാക്ടീസ് ഉണ്ടാവുക. ഞാനാണ് അവർക്ക് പ്രാക്ടീസിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് സ്പോട്ടിൽ അമ്പിളിച്ച് ചോദിച്ചു, നമുക്ക് നമ്മുടെ തിരുവാതിര ഒന്ന് കളിക്കില്ലേ എന്ന് ചോദിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ പ്രാക്ടീസ് ഇല്ല, മാർച്ചിൽ പൂരത്തിൻ്റെ സമയത്തൊന്ന് കളിച്ചത്. അത് കഴിഞ്ഞിട്ട് യാതൊരുവിധ ടച്ചും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്പോട്ടിൽ നമുക്ക് കളിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുള്ള കുറച്ച് പേര് അവിടെ കളിച്ചു. സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കളിച്ചപ്പോൾ അങ്ങനെ ഓർമ്മയിൽ വന്നത് അങ്ങനെ ചെയ്തതാണ്. കുറേ പേർക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. എന്തായാലും ഒരു ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരു തിരുവാതിരൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു രസമല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങനെ ചെയ്തു നോക്കിയതാണ് കേട്ടോ. ആരും കുറ്റം പറയാനും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ ഇനി അങ്ങനെ ഡാൻസോ പ്രോഗ്രാമുകളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് കസേരക്കളി, ലെമൺ സ്പൂൺ, ഉറിയടി, മിഠായി പെറുക്കൽ, വടംവലി, അങ്ങനെ കുറച്ച് മത്സരങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പത്തെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങളിവിടെ ഇല്ല. ഞങ്ങൾ തറവാട്ടിൽ പോയതെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റായി പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാവും. അതായത് ചെറുതാണ്, അവിടെ നിൽക്കുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ കളികളും കാര്യങ്ങളും കാണാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. എന്താവും അവസ്ഥ എന്നറിയില്ലല്ലോ. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവളും എല്ലാം ആസ്വദിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. വലിയ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും അവൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫാഷൻ ഷോ ആണ് തുടങ്ങാൻ പോകുന്നത്. ഫാഷൻ ഷോ മീൻസ് ഒരു റാംബാക്ക്, അപ്പോൾ ഓണം വാക്ക് എന്ന് പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ലച്ചും താരും ശിവയും അവരിപ്പോൾ ഭയങ്കര കൂട്ടാണ്. അവർ മൂന്നുപേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരാളെയും സ്കിപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ നടത്തിയിട്ടുണ്ട്. ഒരാളെയും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല, എല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വരെ, എനിക്കും ഏട്ടനും വരെ ഞങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നു ഈ വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. നമുക്ക് കഴിയാവുന്ന എല്ലാ മത്സരത്തിലും നമുക്ക് പങ്കെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് മത്സരം ഉണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ഫണ്ണി അത്രയായിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതിന് നമുക്ക് മത്സരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് മത്സര ഇനങ്ങളാണ്. വശേറിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ചാൽ ഇതൊരു 1 മണിക്കൂറിൻ്റെ പുറത്തുള്ളൊരു വീഡിയോ ആണ് മൊത്തത്തിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഇതൊരു 13 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, മുഴുവനായിട്ട് കാണണം കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും റാംബാക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഉച്ചയായി. കാരണം പ്രോഗ്രാം തുടങ്ങാൻ തന്നെ ഒരു 10:30-11 മണിയൊക്കെ ആയിരുന്നു. പിന്നെ സദ്യ നേരത്തെ വിളമ്പണമല്ലോ ഉത്രാടമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും അവിടെ അപ്പുറത്ത് സെറ്റാക്കുന്നുണ്ട്. ഞാനതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവേനെയും കൊണ്ട് അപ്പുറത്തേക്കൊന്ന് പോകുന്നുണ്ട്. കാരണം അവൾ ഇടയ്ക്കൊരു കരച്ചിലൊക്കെയാണ്. അപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാനും ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ശിവയും താരുമൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരെ ഞാൻ ക്യാമറ അങ്ങ് ഏൽപ്പിച്ചതായിരുന്നു. നിങ്ങൾ ഒന്നും മിസ്സാവരുതെന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത്. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ അവരെ ഒന്നും മിസ് ചെയ്യാതെ തന്നെ അവരെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ റോം വാക്കാണ്, അതായത് ഓണം വാക്കാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സോങ് ഇട്ട് തന്നിരുന്നു കേട്ടോ, ജസ്റ്റ് തുള്ളി കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് സമയം അവിടെ അങ്ങനെ കളഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടൈം വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതി. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്.
സദ്യക്ക് മുമ്പുള്ള ഒരു കളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. ശിവയൊക്കെ ഫസ്റ്റ് ടൈമാണ് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ശിവാന് ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ പറയാം. കാരണം അതവിടെ കൊണ്ടുവന്ന് ആ കുപ്പിയിലേക്ക് അവൾക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുന്നില്ല. അധികം വെള്ളം പുറത്തേക്കായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സദ്യയുടെ പരിപാടിയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ സദ്യക്ക് അടപ്രഥമനായിരുന്നു, പായസം, പിന്നെ എൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് പന്തിയിലൊന്നും ഇരിക്കാൻ പറ്റില്ല, ലാസ്റ്റ് പന്തിയിലാണ് ഇരിക്കാൻ പറ്റിയത് കേട്ടോ. കാരണം ശിവ ആദ്യം ഇരുന്നു, മോളെ ആരെങ്കിലും പിടിക്കണമല്ലോ. ഏട്ടനവിടെ സദ്യക്ക് വിളമ്പുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനാദ്യം ശിവനോട് കഴിക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റാണ് കഴിക്കാൻ സമയം കിട്ടിയത്. നല്ല സദ്യയായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് സദ്യ കഴിക്കുന്നത്. അതിനിടയിലൊന്നും സദ്യ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര കുറേ കാലത്തിന് വിഷുവിൻ്റെ സദ്യ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ധൃതി പിടിച്ച് കഴിച്ചൊരു സദ്യയായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിഞ്ഞൊരു മാറ്റിനിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു, നൂൺ ഷോ. അപ്പോൾ ആ കഴിക്കലും പോക്കും പെട്ടെന്നായതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയമേ കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഉച്ച സദ്യ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കളികളൊക്കെ ആരംഭിച്ചത്. ഫസ്റ്റ് തന്നെ കസേരക്കളിയായിരുന്നു. കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കുമല്ലോ. അപ്പോൾ കുട്ടികളുടെ കസേരക്കളിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുത്, അത് കഴിഞ്ഞ് ലേഡീസ്, അത് കഴിഞ്ഞ് എന്താ പറയുക ജെൻസ്, അങ്ങനെ എല്ലാ വിഭാഗത്തിനും കസേരക്കളി ഉണ്ടായിരുന്നു. ഒരാളെയും മിസ്സാക്കിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഉള്ളതാണല്ലോ ഈ ഓണമൊക്കെ ആഘോഷിക്കണമല്ലോ. എല്ലാവരുടെയും സന്തോഷമല്ലേ. അപ്പോൾ നമ്മളൊരാളും ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാവരും ഇതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്തരം ഒരു ഓണം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇത് 2ാമത്തെ തവണയാണ് പുലട്ടിക്കാവിലെ ഓണാഘോഷം. കഴിഞ്ഞ തവണത്തെ ഓണാഘോഷത്തിൻ്റെ സമയത്ത് മയൂരിയിലെ ഓണം ആഘോഷമൊക്കെ ആ സമയത്ത് അന്ന് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയില്ല. ഞാനും ശിവൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത് കേട്ടോ. ഏട്ടൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇവിടെ. ഫുൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്കും പങ്കെടുക്കണം, ശിവയ്ക്കും പങ്കെടുക്കണം. അപ്പം അമ്മയില്ല ഇവിടെ, മോൾ എന്താക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷനൊക്കെ കുറേ ഫ്രീ ആയി. അവൾക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മേച്ചും സൗമ്യേച്ചും എല്ലാവരും, ഇങ്ങനെ പേരെടുത്ത് പറയാനൊന്നുമില്ല, എല്ലാവരും കൈമാറി. ഞാനിപ്പോൾ ഓരോ ഐറ്റത്തിനും പങ്കെടുക്കുമ്പോൾ അതായത് മോളെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് കരുതിയത് പോലുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉറിയടിയായിരുന്നു. ഉറിയടിക്ക് ഞാൻ ഈ ഒരു ഉറിയടിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. കാരണം ഇതെനിക്ക് എന്താ പറയുക, ഒന്നാമത് ചെയ്താൽ റെഡി ആവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്തു. ആ സമയത്ത് കുഞ്ഞിപ്പെണ്ണ് എൻ്റെ മടിയിൽ തന്നെയായിരുന്നു കേട്ടോ. കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. കാരണം അത് കണ്ണ് കെട്ടി എവിടെ പോയി അടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിങ്കുവിനൊരു അടി കിട്ടുന്നുണ്ട് കേട്ടോ. ചിങ്കു സൈഡോട്ട് അടിക്കുക എവിടേക്കോ ചിങ്കുവിന് ഇപ്പം തന്നെ ഒരു അടി കിട്ടുന്നുണ്ട് അറിയാണ്ട്. അവന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് അടി അവൻ തന്നെ കിട്ടിയത്. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആർക്കും ഉറി പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. പിന്നെ സീനിയർ ബോയ്സിൻ്റെ ഉറിയടിയിൽ അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഉറിയടിക്കാൻ ചെന്നപ്പോഴേ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് കാണാം, വീഡിയോയിൽ കാണാം. ഇവർക്ക് ആർക്കും ഉറി അടിച്ച് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇല്ല പറ്റിയില്ല. പിന്നെ കുട്ടികൾക്ക് നമ്മൾ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് അവർക്ക് എത്താവുന്ന ഹൈറ്റിലല്ലല്ലോ, കുറേ ഹൈറ്റിലല്ലേ. അപ്പോൾ അവർക്കത് കണ്ണ് കെട്ടാതെ തന്നെയാണ് അടിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നത് കേട്ടോ. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് എന്താ പറയുക, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഓണാഘോഷമാണ്. ദേവുവിൻ്റെ ജസ്റ്റ് മിസ്സാട്ടോ. ദേവു ഏകദേശം അതിനെ അടിക്കാൻ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 ചാൻസിലും അവൾക്ക് പറ്റിയില്ല. ഒരു ചാൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവളത് പൊട്ടിച്ചായിരുന്നു കേട്ടോ.
ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് ഉറി അടിക്കാൻ പോയപ്പോൾ വടി ദൂരെ പോയിട്ട് ആരും മേലും തലയ്ക്കൊന്നും കൊണ്ടില്ല. അതെന്തോ ഭാഗ്യം. അത് പറന്ന് അങ്ങോട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി, കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല, എവിടെയും തട്ടിയിട്ടില്ല. രണ്ടാമത്തെ ചാൻസിന് കറക്റ്റ് കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുടെ ഉറിയുടെ അവർക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണ് കെട്ടാതെ തന്നെയാണ് അവർക്ക് ചാൻസ് കൊടുത്തത് കേട്ടോ. അതിൽ ശിവാനിയാണ് ഉറിക്കൊരടി കൊടുത്തിട്ടുള്ളത്. കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് വീശി അടിക്കാൻ പറ്റാത്തതുകൊണ്ട് പൊട്ടിയിട്ടില്ല. ശിവ അത് അടിച്ചപ്പോൾ അതിന് വെള്ളം വന്നു, ചട്ടി പൊട്ടിയിട്ടില്ല. പൊട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്നേ ഉള്ളൂ, ഒരു ക്രാക്ക് വീണു, വേറൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അവരുടെ വടംവലി മത്സരമാണ് നടന്നത്. കുഞ്ഞു പിള്ളേർ ബോയ്സും ഗേൾസും ആയിട്ട് വടംവലി മത്സരം നടത്തി. അതിൽ ഗേൾസ് നന്നായിട്ട് തോറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സീനിയർ ജെൻസിൻ്റെയാണ് നടത്തിയത്. അതിലൊരു ടീം വിജയിച്ചു, ഏട്ടൻ്റെ ടീമാണ് വിജയിച്ചത്. പിന്നെ ലേഡീസും ജെൻസും തമ്മിൽ നടത്തിയത്, ഇപ്പം എന്തായാലും അറിയാലോ ജെൻസ് തന്നെയാണ് വിജയിച്ചത്. പിന്നെ നമുക്ക് ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു, കുട്ടികളുടെയാണ് ആദ്യം നടത്തിയത് കേട്ടോ. ലെമൺ സ്പൂണൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം, ഇതുവരെ എവിടെ ഒരു സ്കൂളിലോ എവിടെയും ഞാൻ പങ്കെടുത്തിട്ടില്ല അങ്ങനൊരു മത്സരത്തിന്. ഇവിടെ നിന്ന് എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ചെയ്ത് നോക്കാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് സെക്കൻഡ് കിട്ടിയിരുന്നേ. താഴെ പോവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം, സെക്കൻഡ് കിട്ടിപ്പോയി. നമ്മൾ ഒരുപാട് ഫാസ്റ്റ് നടന്ന നാരങ്ങ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിൽ സെക്കൻഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും നമ്മൾ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, ഗിഫ്റ്റ് നല്ല സന്തോഷത്തിന് ഒരു സമ്മാനമൊക്കെ കൊടുത്തിരുന്നു, പേന, ബിസ്ക്കറ്റൊക്കെ കേട്ടോ. അപ്പോൾ ലെമൺ സ്പൂണും എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമ്മൾ ആരും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാവർക്കും പങ്കെടുക്കാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾക്ക് മിഠായി പെറുക്കലാണ്. ഇത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് മാത്രമുള്ള മത്സരമായിരുന്നു മിഠായി പെറുക്കൽ. മിഠായി 16-17 മിഠായിയൊക്കെ പെറുക്കിയിട്ടൊരു ആൺകുട്ടിയാണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിയ, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഒരു കലാശക്കൊട്ടായിരുന്നു അവിടെ. അപ്പോഴേക്കും കുറേ പേരൊക്കെ പിരിഞ്ഞു പോയി. ഞാനൊക്കെ ആകെ കുഞ്ഞിപ്പെണ്ണെ കൊണ്ട് ടയേർഡായി. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര പോവാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞപ്പോഴാണ് ശിവ കലാശക്കൊട്ടിന് നിന്നത്. ഇത്തവണത്തെ ഓണം ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓണക്കാഴ്ചകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.